ഇത് കഴിഞ്ഞ ദിവസം ചെയ്ത ആര്യ വർക്കിൻ്റെ ഫോട്ടോ കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷർട്ടുമ്മ ആര്യ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഫിനിഷാക്കി വെച്ച് അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചത്. പിന്നെ ഇത് ഞാനൊരു പലാസോ പാൻറ്റിനെ വെട്ടി വെച്ചേക്കണേ കേട്ടോ. പലാസോ പാൻറ്റിനെ വെട്ടി വെച്ചിട്ട് അതുമ്മൊരു ചെറിയൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ചെറിയൊരു സ്റ്റെമ്മും ഇലകളും പൂക്കളൊക്കെ ഇട്ടൊരു പിക്ചർ കൊടുത്തിട്ട് അതുമ്മൊരു വർക്ക് ചെയ്യാനായി ഓർത്താണ്. ആര്യ വർക്കല്ല, നമ്മൾ സാധാ എംബ്രോയ്ഡറി, ഹാൻഡ് എംബ്രോയ്ഡറി അത് ചെയ്യാന്നോർത്ത് ഉള്ള നൂലുകളൊക്കെ ആയിട്ട് എടുക്കണത്. അപ്പം ഞാൻ കുറച്ച് ദിവസമായി ഒരു പലാസോ പാൻറ്റ് തയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കണത്. പക്ഷേ എനിക്ക് ഇതേ വെട്ടാനായിട്ട് അത്ര നമുക്കൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ പഠിക്കാൻ പോകുന്നിടത്ത് വെട്ടണ പോലെ തന്നെ അത് പറയണ അളവ് എടുത്തിട്ട് അത് ഒരു ബ്രൗൺ പേപ്പറിൽ പാറ്റേൺ വെട്ടുമല്ലോ, പാറ്റേൺ വെട്ടിയിട്ട് ആണ് ഞാൻ ഈ നമ്മുടെ മെറ്റീരിയലുമ പാറ്റേൺ വെച്ചിട്ട് അങ്ങനെ വെട്ടി വെച്ച്. ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴായിട്ട് അതിൻ്റെ നല്ലതാ ചീത്തയെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാലും ഞാനതുമ്മ ഒരു വർക്ക് ചെയ്യണം. ഒരു സ്റ്റെം ഉണ്ടല്ലോ, സ്റ്റെം കൊടുത്തിട്ട് നീട്ടത്തിലൊരു സ്റ്റെം കൊടുത്ത്, എന്നിട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് കുഞ്ഞു കുഞ്ഞ് ഇലകളും പൂക്കളൊക്കെ ഇട്ട് അങ്ങനെ. എനിക്ക് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഇലകളും പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ സ്റ്റെമ്മ് പിന്നെ ഞാനെന്ത് എടുത്തെന്ന് പറയുമ്പോൾ ബാക്ക് സ്റ്റിച്ച് കൊടുത്തു. ബാക്ക് സ്റ്റിച്ച് ഉണ്ടല്ലോ അത് കൊടുത്ത്, പിന്നെ ഇലകൾക്കും പൂക്കൾക്കൊക്കെ സാറ്റിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് പൂവിൻ്റെ ഉള്ളിൽ വേറൊരു ഫ്രഞ്ച് നോട്ടും കൂടി കൊടുത്ത് അങ്ങനെയാണ് ആ വർക്ക് ചെയ്തത്. എന്ന് വെച്ചാൽ ഈ പച്ച ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്റ്റെമ്മിന് പച്ച കൊടുക്കണമായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ എറണാകുളത്ത് നിന്ന് പോയി ഒരിക്കലും ഞാൻ നൂലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല നൂലാണ്, ഒരു ക്വാളിറ്റി ഉള്ള നൂലായിരുന്നു. ആ നൂലുകളൊക്കെ തീർന്നുപോയി. പിന്നെ ഈ സാധാ കുറവിൻ്റെ പച്ച നൂലാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിട്ട് എനിക്ക് എംബ്രോയ്ഡറി ചെയ്യാനൊരു മടി. അങ്ങനെയാണ് ഞാൻ ഇങ്ങനത്തെ കളറിട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ എന്നുവെച്ചാൽ ക്വാളിറ്റി ഇല്ലാത്ത നൂലും കൊണ്ട് അതിൽ നമ്മൾ ചെയ്യാനില്ല. അപ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത നൂലും കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല എന്നോർത്താണ് ഞാനിതുമ്മ ചെയ്തത്. പിന്നെ കണ്ട ഈ സൈഡിലോട്ട് ഇനി ഇല ചെയ്യണം, പിന്നെ പൂക്കൾ ചെയ്യണം, അങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാനൊരു എൻഗേജ്മെൻറ്റിന് പോകാമെന്നോർത്താണല്ലോ ഇത് ചെയ്യാമെന്നോർത്ത്. പക്ഷേ ഇത് ഞാൻ അന്ന് തന്നെ വെട്ടിയും വെക്കാം, അല്ല സ്റ്റിച്ചിങ് ചെയ്ത് വെക്കാം, പിന്നെ എംബ്രോയ്ഡറി ചെയ്ത് വെക്കാം, രണ്ടും ഒരു ദിവസം തന്നെ ചെയ്ത് വെക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു കാര്യവും നടന്നില്ല. എന്നിട്ട് ഞാൻ 2 ദിവസം കൊണ്ടാണ് ഈ വർക്ക് ചെയ്ത് തീർത്തത് കേട്ടോ. ഇപ്പോഴാണ് എംബ്രോയ്ഡറി ചെയ്ത്, ഇന്നിപ്പോൾ വൈകിട്ടായപ്പോഴാണ് എംബ്രോയ്ഡറി ചെയ്ത് കഴിഞ്ഞത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.